ഗാലക്സി പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് +2 മാത്തമാറ്റിക്സിലെ മെട്രിസസ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെട്രിസസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മെട്രിസസ്, മെട്രിസസിലെ റോ, കോളം, എലമെന്റ്സ് ഇവ എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, ഒരു റിലേഷനിൽ നിന്നും എങ്ങനെ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് മെട്രിക്സ്? ഇവിടെ കുറെ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. 15, 10, 13, 6, 2, 5 ഇങ്ങനെ കുറെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ ഒരു റെക്ടാങ്കുലർ അറയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്പേഴ്സിനെയോ ഫംഗ്ഷൻസിനെയോ ഇതുപോലെ ഒരു റെക്ടാങ്കുലർ അറയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെ റോ വൈസ് ആൻഡ് കോളം വൈസ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലെവലിൽ എഴുതുന്നതാണ് റോ എന്ന് പറയുന്നത്, ഇങ്ങനെ വെർട്ടിക്കൽ ലെവലിൽ എഴുതുന്നതാണ് കോളം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് റോ ആണ്, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പോ ഒരു റെക്ടാങ്കുലർ അറയ്ക്കകത്ത് ഫങ്ഷൻസ് ഓർ നമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ ഫങ്ഷൻസ് ആവാം, അതിനെ റോ ആൻഡ് കോളം വൈസ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്തതായി നമുക്ക് മെട്രിക്സിന്റെ ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞു നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെ ഒരു റെക്ടാങ്കുലർ അറയ്ക്കകത്ത് അറേഞ്ച് ചെയ്യുന്നതിന് റോ ആൻഡ് കോളം വൈസ് അറേഞ്ച് ചെയ്യുന്നതിന് മെട്രിസസ് എന്ന് പറയുന്നതാണ് അല്ലെ. അതായത് ഇവിടെ എഴുതുന്ന ഓരോ നമ്പേഴ്സ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിനെയും എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് എലമെന്റ്, ഇത് സെക്കൻഡ് എലമെന്റ്, ഇത് തേർഡ് എലമെന്റ്, ഇത് ഫോർത്ത് എലമെന്റ്, അങ്ങനെ ഓരോ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസിനെ എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് എലമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A11 എന്നാണ്. ഫസ്റ്റ് എലമെന്റിനെ ഡിനോട്ട് ചെയ്യുന്നത് A11 എന്നാണ്. ഇത് 11 എന്നല്ല വായിക്കേണ്ടത്, A11 എന്നാണ്. അതായത് മെട്രിക്സിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് AIJ ഫോം ആണ്. മെട്രിക്സിന്റെ ഒരു ജനറൽ ഫോം പറയുന്നത് AIJ ഫോം ആണ്. I എന്ന് വെച്ചാൽ റോ ആണ്, J എന്ന് വെച്ചാൽ കോളമാണ്. I എന്ന് വെച്ചാൽ റോ ആണ്, J എന്നത് കോളമാണ്. അപ്പൊ ഒരു മെട്രിക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AIJ എന്നാണ്, AIJ എന്നാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് എലമെന്റിനെ A11 എന്ന് എഴുതുന്നു, സെക്കൻഡ് എലമെന്റ് A12, AIJ എന്ന് പറയുമ്പോൾ A12. അതായത് A11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം. A12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം. A13 ഫസ്റ്റ് റോയിലെ തേർഡ് കോളം, ഫസ്റ്റ് റോയിലെ തേർഡ് കോളം. റോയും കോളവും നന്നായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതാണ് റോ എന്ന് പറയുന്നത്. ഇങ്ങനെ വെർട്ടിക്കലി എഴുതുന്നതാണ് കോളം എന്ന് പറയുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ എലമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A21 എന്നാണ്. അതായത് ഇവിടെ 2 എന്ന് പറഞ്ഞ സെക്കൻഡ് റോ ആണ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം. ഇത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം, സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം. ഇത് സെക്കൻഡ് റോയിലെ തേർഡ് കോളം, സെക്കൻഡ് റോയിലെ തേർഡ് കോളം. ഇങ്ങനെയാണ് ഓരോ മെട്രിക്സിന്റെ എലമെന്റിനെയും നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ എലമെന്റിനെയും നമ്മൾ അതിന്റെ ജനറൽ ഫോം AIJ ആണ്, AIJ ആണ്. അപ്പൊ ഇതാണ് ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈ മെട്രിക്സിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സിന്റെ ഓർഡറിനെ നമ്മൾ M/N മെട്രിക്സ് എന്നാണ് പറയുന്നത്. M/N എഴുതുന്നത് മൾട്ടിപ്പിൾ ആയിട്ടാണെങ്കിലും അത് M/N എന്നാണ് എഴുതുന്നുണ്ടെങ്കിലും വായിക്കേണ്ടത് M/N എന്നാണ്. ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് M/N മെട്രിക്സ് ആണ്. M എന്നുള്ളത് റോ ആണ്, N എന്നുള്ളത് കോളമാണ്. അതായത് M എന്നുള്ളത് റോ ആണ്, N എന്നുള്ളത് കോളമാണ്. അപ്പൊ റോ ഇൻറ്റു കോളം, റോ ഇൻറ്റു കോളം, അതാണ് M/N മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഓർഡർ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ M/N മെട്രിക്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. M എന്നുള്ളത് റോ ആണ്, N എന്നുള്ളത് കോളമാണ്. എന്താണ് മെട്രിക്സ്, റോ എന്താണ്, കോളം എന്താണ്, എലമെന്റ്സ് എന്നാൽ എന്താണ്, മെട്രിക്സിനെ ഓരോ എലമെന്റ്സിനെയും AIJ ഫോമിലാണ് എഴുതുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു റിലേഷനിൽ നിന്നും എങ്ങനെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്ട് 3/2 മെട്രിക്സ്, ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3 റോ വേണം, 2 കോളം വേണം. അപ്പൊ 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിവിടെ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് 1/2 മോഡുലസ് I - 3j എന്നാണ്. 1/2 മോഡുലസ് I - 3j. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 3 ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 3/2 മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഇവിടുത്തെ റിലേഷൻ പറഞ്ഞിരിക്കുന്നത് 1/2 മോഡുലസ് I - 3j. എങ്ങനെ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് വൺ ഒരു 3/2 മെട്രിക്സിന്റെ ജനറൽ ഫോം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ഒരു 3/2 മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ഓർഡർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ m റോ വേണം, n കോളം വേണം. അപ്പൊ ഇവിടെ 3 റോ വേണം, 2 കോളം വേണം. അപ്പൊ 3 റോയും 2 കോളം ഉള്ള ഒരു ജനറൽ മെട്രിക്സ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യണം. അതായത് ഇവിടെ A11 എന്നുള്ളത് ഫസ്റ്റ് എലമെന്റ് ആണ്, A12 സെക്കൻഡ് എലമെന്റ്. അപ്പൊ 2 കോളായി ഇവിടെ. അപ്പൊ ഇനി അടുത്തത് A21, A22, A31, A32. ഇവിടെ നോക്കിയത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. അപ്പൊ 3 റോ ആയി. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം. അപ്പൊ 2 കോളമായി. ഇതാണ് ഇവിടുത്തെ 3/2 മെട്രിക്സ് എന്ന് പറയുന്നത്. 3 റോ ഉണ്ട്, 2 കോളം ഉണ്ട്. ഇതാണ് 3/2 മെട്രിക്സ്. ഇതാണ് ഈ മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ മെട്രിക്സിന്റെ 3/2 മെട്രിക്സിന്റെ ജനറൽ ഫോം കൺസ്ട്രക്ട് ചെയ്യണം. അടുത്തതായി ഇവിടെ തന്നിരിക്കുന്ന ആ റിലേഷനെ ഈ ഓരോ എലമെന്റ്സിന്റെ വാല്യൂലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് A11 ആണ്. A11 ഇവിടെ ഐയുടെ വാല്യൂ, അതായത് AIJ ഫോമിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്, അതേപോലെ തന്നെ ജെയുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 3 × 1, അതായത് ഐക്ക് 1 കൊടുത്തു, ജെക്കും 1 കൊടുത്തു. അപ്പൊ 1 - 3 × 1 എന്ന് കിട്ടും. 3 × 1 എന്നുള്ളത് 3 ആണ്. അപ്പൊ 1 - 3, 1 - 3 -2 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് മാത്രമേ ഈ 1 കൊണ്ട് അതിനെ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ 1 - 3, 1 - 3 -2 ആണ്. മോഡുലസ് പുറത്ത് വരുമ്പോൾ മൈനസ് വാല്യൂ എല്ലാം പ്ലസ് വാല്യൂ ആവും. അത് മോഡുലസ് പുറത്ത് വരുമ്പോൾ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും അറിയാലോ. അപ്പൊ ഇവിടെ 1/2 × 1/2 × 2 എന്നാണ് കിട്ടുക. അപ്പൊ 1 × 2 2 വരും. അപ്പൊ 2/2 = 1 എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ A11ന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അടുത്തത് A12, ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്, ജെയുടെ വാല്യൂ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1 - 3 × 2, ജെയുടെ വാല്യൂ 2 ആയിട്ട് കൊടുത്തു. അപ്പൊ 3 × 2 ഇവിടെ 6 വരും. അപ്പൊ 1 - 6, 1 - 6 -5 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 1/2 × 5, 1/2 × 5 ചെയ്യുമ്പോൾ 5/2 എന്ന് കിട്ടും. അടുത്തത് A21. ഇവിടെ ഐയുടെ വാല്യൂ 2 ആണ്, ജെയുടെ വാല്യൂ 1 ആണ്. അപ്പൊ 2 - 3 × 1, 2 - 3 × 1, അതായത് 2 - 3, 2 - 3 -1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ 1/2 × 1 ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. അടുത്തത് A22, ഐയുടെ വാല്യൂ 2, ജെയുടെ വാല്യൂ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 2 6 എന്ന് കിട്ടും. ഇപ്പൊ 2 - 6, 2 - 6 -4 ആണ്. മോഡുലസ് പുറത്ത് വരുമ്പോൾ അത് 4 ആവും, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 1/2 × 4, 1/2 × 4 ആണ് ചെയ്യുക. അപ്പൊ 2/2 എന്ന് വരും, അല്ലെ 4/2 എന്ന് വരും. 4/2 = 2 എന്ന് കിട്ടും. 4/2 = 2 എന്ന് കിട്ടും. അടുത്തത് എലമെന്റ് A31 ആണ്. 31. അപ്പൊ ഐയുടെ വാല്യൂ 3, ജെയുടെ വാല്യൂ 1. അപ്പൊ 3 × 1 3. അപ്പൊ 3 - 3 0 എന്ന് വരും. 1/2 × 0 0 എന്ന് കിട്ടും. അടുത്ത് A32, ഐയുടെ വാല്യൂ 3, ജെയുടെ വാല്യൂ 2. അപ്പൊ 3 - 3/2, 3/2 6. അപ്പൊ 3 - 6 -3, അപ്പൊ 1/2 × 3 ചെയ്യുമ്പോൾ 3/2 എന്ന് കിട്ടും. നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത ആ ജനറൽ ഫോമിലെ ഓരോ പ്ലേസിലും ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന റിക്വയർഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. മെട്രിക്സസ് എന്ന ചാപ്റ്ററിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.